വയനാട് ചൂരൽമലയിലെ മലവെള്ളപ്പാച്ചിലിന് കാരണം പുഞ്ചിരിമട്ടത്തുണ്ടായ മണ്ണിടിച്ചിൽ. ഉരുൾപൊട്ടലിൽ തകർന്ന സ്ഥലത്താണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിലിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സുർജിത്ത് അയ്യപ്പത്തുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഇത് ഏത് മേഖലയിലാണ് ഈ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ സുർജിത്ത്? വയനാട് ചൂരൽമലയിലെ മലവെള്ളപ്പാച്ചിലിന് കാരണം പുഞ്ചിരിമട്ടത്തുണ്ടായ മണ്ണിടിച്ചിൽ എന്ന വിവരം ഇപ്പോൾ പുറന്നു വരുന്നുണ്ട്. നേരത്തെ പുന്നപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരുന്നു. ഉരുൾപൊട്ടലുണ്ടായോ എന്നുള്ള തരത്തിൽ സംശയങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഉരുൾപൊട്ടലല്ല ഉണ്ടായത്, അത് മണ്ണിടിച്ചിലാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം വരികയാണ്. നേരത്തെ ഉരുൾപൊട്ടലിൽ തകർന്ന സ്ഥലത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ 24 ലഭ്യമായിട്ടുണ്ട്. സുർജിത്ത്, ഇത് ഏത് മേഖലയിലാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്? സുർജിത്ത്, ഉന്മേഷ, ഈ പ്രദേശം എന്ന് പറയുന്നത് ഇത് പുഞ്ചിരിമട്ടമാണ്. പുഞ്ചിരിമട്ടത്തിനടുത്താണ് ഈ പ്രദേശം. പുഞ്ചിരിമട്ടത്തിൽ നിന്ന് വനറാണി എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റ് ഉണ്ട്. എസ്റ്റേറ്റിലേക്ക് പോകുന്ന അതിന്റെ അരിക് ഈ കഴിഞ്ഞ ഉരുൾപൊട്ടൽ നേരത്തെ തന്നെ പൊട്ടിയതാണ്. കഴിഞ്ഞ ഉരുൾപൊട്ടൽ അത് ബാധിച്ചിട്ടുണ്ട്. ആ പ്രദേശത്താണ് വീണ്ടും ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിൽ. ആ ഭാഗം അടർന്നടർന്ന് താഴേക്ക് പോരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഇങ്ങനെ വെള്ളം ചുകന്നൊഴുകാനുള്ള ഒരു സാഹചര്യത്തിന് കാരണം. അതാണ് അത് മലവെള്ളപ്പാച്ചിൽ എന്ന് പറയുന്നത് വലിയ തോതിലുള്ള മഴ കഴിഞ്ഞ ദിവസമായി ഇവിടെയുണ്ട്. അതായത് ഇന്നലെ രാത്രി മുതൽ തന്നെ കനത്ത രീതിയിൽ തന്നെ മഴ പെയ്ത്തുണ്ട്. അതിന്റെ ഭാഗമായി വെള്ളം കൂടി. പക്ഷേ ഈ വെള്ളം ഇങ്ങനെ അസാധാരണ ചുകന്നൊഴുകാനുള്ള കാരണം ഈ വനറാണി മേഖലയിലുള്ള ആ ഒരു മണ്ണിടിച്ചിലാണ്. മണ്ണിടിച്ചിൽ എന്ന് പറയുന്നത് അത് നേരത്തെ ഉരുൾപൊട്ടിയ പ്രദേശമാണ്. അതായത് കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ ആ പ്രദേശത്ത് പൂർണ്ണമായും മണ്ണ് ഒലിച്ചു പോയതാണ്. പക്ഷേ അതിനകത്ത് അടർന്നു നിൽക്കുന്ന ബാക്കി വരുന്ന അതിന്റെ അരികുഭാഗം ഇടിഞ്ഞിടിഞ്ഞ് താഴേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഈ കനത്ത മഴയെ തുടർന്നുണ്ടായത്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. അല്ലാതെ ഉരുൾപൊട്ടൽ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികൃതരും മറ്റുള്ളവരും, അതായത് ഉദ്യോഗസ്ഥ തലത്തിലെ ആളുകളും എല്ലാവരും, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അടക്കം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് പോയിട്ടുണ്ട്. അവിടേക്ക് ആ പോയ ഘട്ടത്തിൽ അവരെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയതാണ്. ആ പരിശോധനയിലെല്ലാം തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഇടിഞ്ഞു നിൽക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട്. ആ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഇനിയും അങ്ങനെ ഇടിഞ്ഞു വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം കനത്ത മഴ പെയ്ത് തുടങ്ങുകയാണെങ്കിൽ എന്തായാലും വീണ്ടും അത് താഴേക്ക് ഇടിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. അവിടെയൊന്നും ജനവാസം ഇല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എല്ലാവരെയും ആ മേഖലയിലുള്ള ആളുകളെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. മറുഭാഗത്ത് പ്രതിഷേധവും തുടരുകയാണ്. നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അതായത് നീലിക്കാപ്പിലെയും പടവെട്ടിക്കുന്നിലെയും അടക്കമുള്ള ആളുകൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. വില്ലേജ് റോഡ്, പുതിയ വില്ലേജ് റോഡ് പൂർണ്ണമായും വെള്ളക്കെട്ടിലാണ്. അവിടെ നിന്നും ഇനി ആളുകൾക്ക് പോകാൻ പോലും കഴിയാത്ത വിധത്തിൽ വെള്ളക്കെട്ടിനെ അഭിമുഖീകരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇതിന് ശാശ്വതമായ നടപടികൾ ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ആളുകളെല്ലാം തന്നെ ഉയർത്തുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് ചൂരൽമലയിൽ വിവരങ്ങൾ നൽകിയത്.